കന്യകകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരോപിതയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വരന്റെ പുണ്യപൂർണയായ മാതാവേ, ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ മാതാവേ, സകല ആപത്തുകളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം വീണുകിടക്കുന്ന ഈ സമൂഹത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നരുളേണമേ. ആമേൻ. പരിശുദ്ധ രാജ്ഞി, കരുണയുള്ള മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി. ഹൗവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിന്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടുവീർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥേ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ മറിയമേ, ആമേൻ. പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ സർവേശ്വര, ഭാഗ്യവതിയായ പരിശുദ്ധ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങയുടെ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ ആദിയിൽ അങ്ങ് നിശ്ചയിച്ചുവല്ലോ. ആ ദിവ്യമാതാവിനെ ഓർത്ത് സന്തോഷിക്കുന്ന ഞങ്ങൾ അവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലെ സകല ആപത്തുകളിലും നിത്യമരണത്തിലും നിന്ന് രക്ഷപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോഗ്യതകളെ പ്രതി ഞങ്ങൾക്ക് തന്നരുളേണമേ. ആമേൻ. എത്രയും ദയയുള്ള മാതാവേ, നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകകളുടെ രാജ്ഞിയായ കന്യകയെ, ദയയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണയുന്നു. നെടുവീർപ്പിട്ട് വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. ആശ്വാസം നേടാം, ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നേ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത് കർത്താവ് നമുക്കൊരുക്കുന്ന ഇടുങ്ങിയ വാതിലിനെ കുറിച്ചാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് വിശാലമായ വാതിലിലൂടെ അകത്ത് പ്രവേശിക്കുവാനാണ്. കർത്താവ് നമുക്കായി നൽകുന്നത് ഇടുങ്ങിയ വാതിലാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ നാം ഇങ്ങനെയാണ് വായിക്കുക: ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ, വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ്, അതിലെ കടന്നു പോകുന്നവർ വളരെയാണ് താനും. എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ്, അത് കണ്ടെത്തുന്നവരോ ചുരുക്കം. ഇതാണ് നമ്മളിവിടെ വായിക്കുക.
ജീവിതത്തിൽ എപ്പോഴും ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ആവശ്യം വരും. നമുക്കത് ഒഴിവാക്കാനായിട്ട് ഒരിക്കലും സാധ്യമല്ല. നമ്മൾ ജീവിത സാഹചര്യങ്ങളുടെ മുൻപിൽ യെസ് ഓർ നോ പറയേണ്ടതായിട്ട് വരും, ഉറപ്പാണ്. അപ്പം നമുക്കതിന് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടതുണ്ട്. ഇരിഞ്ഞാലക്കുട രൂപതയിലെ അച്ഛന്മാരെ ധ്യാനിപ്പിക്കാനായിട്ട് പോകാൻ ഇടയായി. ആ അവസരത്തിൽ അവിടുത്തെ അന്നത്തെ അഭിവന്യ പിതാവ് മാർ ജെയിംസ് പഴയാറ്റിൽ അച്ഛന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ധ്യാനം ഉദ്ഘാടനം ചെയ്തു. പിതാവിൻ്റെ പ്രസംഗത്തിൻ്റെ ഞാനൊന്ന് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മൈ ഡിയർ ഫാദേഴ്സ്, ബി റെഡി ടു സേ യെസ് ടു ദ ലോർഡ് ആൻഡ് നോ ടു ദ വേൾഡ്. ലോകത്തോട് നോ പറയാനും ദൈവത്തോട് യേസ് പറയാനും നിങ്ങൾ തയ്യാറാവണം എന്ന് അഭിവന്യ പിതാവ് അനുസ്മരിപ്പിക്കുകയായിരുന്നു. ഞാനിതിവിടെ അനുസ്മരിപ്പിക്കുവാൻ കാരണം, ജീവിതത്തിൽ എപ്പോഴും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യം വരും. അതാർക്കും ഈ ലോകത്തിൽ ഒഴിവാക്കാൻ പറ്റുകയില്ല. നന്മയും തിന്മയും നിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. നിനക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. അതാണ് ഈശോയുടെ പരിപാലനയുടെ ഭാഗമാണത്. അപ്പോൾ ഞാൻ ഏത് തിരഞ്ഞെടുക്കുന്നു എന്നത് പ്രധാനമാണ്. കഠിനവും എളുപ്പമുള്ളതുമായ വഴികളുണ്ട്. മഹത്വത്തിലേക്കുള്ള വഴി കഠിനമാണ്, എളുപ്പമല്ല. ചെറിയ ഉദാഹരണം എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഒരു സംഗീതോപകരണം പരിശീലിക്കണമെങ്കിൽ ശരിക്കും ബുദ്ധിമുട്ടണം. സംഗീതോപകരണമൊക്കെ വായിച്ച് കേൾക്കുവാൻ നമുക്ക് ഒത്തിരി താല്പര്യമാണ്. ഞാൻ മിക്കവാറും ഒക്കെ ഇടവേളയിൽ ചെല്ലുമ്പോൾ സംഗീതോപകരണം പഠിപ്പിക്കുവാനായിട്ട് എൻ്റെ സുഹൃത്തായ ഒരു സാറിനോട് പറയാറുണ്ട്. കേൾക്കുമ്പോൾ ഒത്തിരി പേര് വന്ന് ചേരും. എന്നാൽ താമസിക്കുകയില്ല, പലരും പൊഴിയാൻ തുടങ്ങും. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ വേറൊന്നുമില്ല, ഇത് ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കും. ഇപ്പോൾ കഠിനാധ്വാനം ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ പോകുന്നത്. ഒഴുക്കിൻ്റെ കൂടെ ഒഴുകാൻ ബുദ്ധിമുട്ടില്ല എന്ന് പറയാറുണ്ട്. ഒഴുക്കിനെതിരെ ഒഴുകാൻ നീന്തുവാൻ ബുദ്ധിമുട്ടാണ്, അതിന് ശക്തി വേണം. അപ്പോൾ തീർച്ചയായിട്ടും കഠിനവും എളുപ്പമുള്ളതുമായ വഴികളുണ്ട്. ഞാൻ ഏത് തിരഞ്ഞെടുക്കുന്നു എന്നത് പ്രധാനപ്പെട്ടതാണ് എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ചെറുതും വലുതുമായ വഴികളുണ്ട്. വലിയ വഴികൾ താണ്ടിയേ നമുക്ക് നന്മ കരസ്ഥമാക്കാൻ സാധിക്കും. ഈ നന്മയെ നിലനിൽക്കൂ എന്ന് നമുക്കറിയാം. ഇന്ന് കുറുക്കു വഴികളുടെ കാലമാണ്. എന്നാൽ ഈ നേട്ടങ്ങളൊന്നും നീണ്ടു നിൽക്കുകയില്ല. നമ്മൾ എവിടെ ചെന്നാലും കുറുക്കു വഴികൾ തേടും. ഈവൻ ആരാധനക്രമത്തിൽ പോലും എത്രയും ചെറിയ കുർബാന എവിടെ കിട്ടും, പെട്ടെന്ന് എങ്ങനെ പോകാൻ പറ്റും, ഇതൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. കുറുക്കു വഴികൾ, ഷോർട്ട് കട്ട് നോക്കുന്ന വ്യക്തികൾ ധാരാളമുണ്ട്. ഞാൻ കേട്ടു, ഒരു സ്ഥലത്ത് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി അത് വിതരണം ചെയ്യുന്നു. ഇത്ര ലക്ഷം രൂപ കൊടുത്താൽ മതി, ഏത് സർട്ടിഫിക്കറ്റും കിട്ടും. അത് ഡിഗ്രി ആവാം, അക്കൗണ്ടൻസിയുടെ ഡിഗ്രികളാകാം, പോസ്റ്റ് ഗ്രാജുവേഷൻ ആവാം, ഈവൻ ഡോക്ടറേറ്റ്. കാരണം ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ സീലും ഒക്കെ വെച്ച് ഒപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. പെട്ടെന്ന് നമുക്ക് തോന്നും വളരെ എളുപ്പമുള്ളൊരു വഴിയാണ്. പഠിക്കാതെ തന്നെ കാര്യങ്ങൾ സാധിച്ചെടുക്കാം, ജോലി കിട്ടും. എന്നാൽ അത് നീണ്ടു നിന്നില്ല. പോലീസ് എല്ലാവരെയും അറസ്റ്റ് ചെയ്തു എന്നും ഞാൻ കേൾക്കുകയുണ്ടായി. പലപ്പോഴും നമുക്ക് തിരഞ്ഞെടുക്കുന്ന ഷോർട്ട് കട്ട്സ് വിജയമല്ല എന്നുള്ളത് ഈ വചനത്തിലൂടെ മനസ്സിലാവുകയാണ്.
അച്ചടക്കത്തിൻ്റെയും അച്ചടക്കമില്ലായ്മയുടെയും വഴികളുണ്ട്. ശരിയായ അച്ചടക്കമില്ലാതെ ആരും വിജയം നേടില്ല. ഡിസിപ്ലിൻ നമ്മളെപ്പോഴും പറയാറുണ്ട്. അച്ചടക്കമുള്ളിടത്ത് വിജയമുണ്ട്. എനിക്ക് അച്ചടക്കമില്ല, എനിക്ക് തോന്നുന്ന പോലെ ഞാൻ ചെയ്യുന്നു, എനിക്കിഷ്ടമുള്ള പോലെയൊക്കെ ഞാൻ ചെയ്യും, എനിക്ക് തോന്നുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, എനിക്ക് തോന്നുമ്പോൾ ഞാൻ ജോലി ചെയ്യും, എനിക്ക് തോന്നുമ്പോൾ ഞാൻ കിടന്നുറങ്ങും, അവിടെ വിജയം കൈവരിക്കാൻ സാധിക്കില്ല. ഡിസിപ്ലിൻഡ് ലൈഫ് നമ്മൾ പറയാറില്ലേ, അച്ചടക്കമുള്ള ഒരു ജീവിതം നമ്മളെ നന്മയിലേക്ക് നയിക്കും. അതിൽ പെയിനുണ്ട്, വേദനയുണ്ട്, എങ്കിലും അതാണ് വിജയം വരുത്തുന്നത് എന്നുള്ളതിന് സംശയമില്ല. ചിന്തിച്ച് സ്വീകരിക്കുന്ന വഴികളും ചിന്തിക്കാതെ സ്വീകരിക്കുന്ന വഴികളുമുണ്ട്. കണ്ടാൽ ഉടനെ നല്ലതെന്ന് തോന്നുന്നവ പിന്നീട് നല്ലതായിരിക്കണമെന്നില്ല. എന്നാൽ അന്ത്യത്തിൽ നല്ലതായി നിലനിൽക്കുന്നവ ആദ്യം പ്രയാസകരമെങ്കിലും സ്വീകരിക്കുന്നതാണ് ചിന്തിക്കുന്നവർ ചെയ്യുന്നത്. കുറച്ചൊന്ന് ചിന്തിച്ചിട്ട് നമ്മൾ ഏത് വേണം തിരഞ്ഞെടുക്കാൻ. പെട്ടെന്ന് അട്രാക്റ്റീവായിട്ടുള്ളൊരു വഴി നമുക്കത്ര നല്ലതായിരിക്കണമെന്നില്ല. എന്നാൽ ചിന്തിച്ച് സ്വീകരിക്കുന്ന വഴികൾ ആദ്യം പ്രയാസമാണ്, എങ്കിലും അവസാനം അത് വിജയമായിട്ട് മാറും. അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞത്, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ. അതാണ് രക്ഷയുടെ വഴി എന്ന് തന്നെയാണ്. അപ്പം ഞാൻ തിരഞ്ഞെടുക്കുന്ന വഴി ഏതാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാമുഖ്യം കൊടുക്കുന്ന എന്തിനാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയട്ടെ. തുടർന്ന് ഈശോ മത്തായിയുടെ സുവിശേഷം 7:15 മുതൽ 20 വരെ വാക്യങ്ങളിലൂടെ പറയുകയാണ്, വ്യാജപ്രവാചകന്മാരെ സൂക്ഷിക്കണം. വ്യാജപ്രവാചകന്റെ ഏറ്റവും വലിയ ദൂഷ്യം സ്വാർത്ഥ താല്പര്യമാണ്. ഇവിടെ പ്രവാചകനെ പറ്റി പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. പ്രോഫറ്റ്സ് എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമൊന്നുമില്ല, ടു സ്പീക്ക് ഫോർ ഗോഡ്, ദൈവത്തിന് വേണ്ടി സംസാരിക്കുക എന്നേ അർത്ഥമുള്ളൂ. ചിലരെങ്കിലും പ്രവാചകന്മാർ എന്ന് പറയുമ്പോൾ ഭാവി പ്രവചിക്കുന്ന ആളുകളാണ്, അപ്പോൾ ഞങ്ങളെ ഒന്നും അത് ബാധിക്കുന്നതല്ല എന്നൊക്കെ ധരിക്കാറുണ്ട്. തെറ്റാണ്. പ്രവാചകന്മാരാണ്. ഓരോ ക്രൈസ്തവനും പ്രവാചകനാണ്. കർത്താവിന് വേണ്ടി സംസാരിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അപ്പോൾ ആരാണ് വ്യാജ പ്രവാചകർ എന്നാണ് ഈശോ ഇവിടെ അവതരിപ്പിക്കുക. നമ്മളെല്ലാവരും പ്രവാചകരാണ്. ജെറമ്യ 1:5 അത് അവതരിപ്പിക്കുന്നുണ്ട്. ഞാൻ അനാദിയിലെ തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടിയാണ്? പ്രവാചക ദൗത്യം നൽകുവാൻ വേണ്ടിയാണ്. അപ്പോൾ വ്യാജപ്രവാചകന്റെ ഏറ്റവും വലിയ ലക്ഷണം സ്വാർത്ഥ താല്പര്യമാണ്. എൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ, എൻ്റേതായിട്ടുള്ള മഹത്വം, ഇതൊക്കെ അന്വേഷിക്കുന്നത് വ്യാജപ്രവാചകൻ ലക്ഷണമാണ് എന്നുള്ള സംശയമില്ല. ഒരാൾ നേട്ടങ്ങൾക്കായിട്ട് മാത്രം പഠിപ്പിക്കുക, ഇത് കരുതാതെ മനുഷ്യ മനസ്സ് സത്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള ആഗ്രഹത്തോടെ ചെയ്യുകയാണ് വേണ്ടത്. മറ്റൊരു ലക്ഷണമാണ് അച്ഛൻ പറഞ്ഞത്, എനിക്ക് നേട്ടം കിട്ടുമെങ്കിൽ ഞാൻ പ്രവാചക ദൗത്യം ഏറ്റെടുക്കാം. എനിക്കിതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? എനിക്കെന്ത് കിട്ടും എന്ന് ചിന്തിക്കുന്നവർ അവർ ഈ ലോകത്ത് നയിക്കുകയില്ല. എനിക്കെന്ത് കൊടുക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്നവരാണ് ഈ ലോകത്ത് നയിക്കുന്നത്. നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവാചക ദൗത്യം ഏറ്റെടുക്കുന്നത് വ്യാജപ്രവാചകന്മാരുടെ ലക്ഷണമാണ്. മറ്റൊന്ന്, കിട്ടാവുന്ന പേരിനെ ഓർത്ത് ഈ ദൗത്യം ഏറ്റെടുക്കുക. ഇനി ഫേമസ് ആകണം, തൻ്റെ പേരിനെ ഓർക്കാതെ മറ്റുള്ളവരെ സഹായിക്കണമെന്ന ചിന്തയോടെ വേണം ഈ ദൗത്യം നിർവഹിക്കുവാൻ. 4 പേര് അറിയട്ടെ, എല്ലാവരും എന്നെ മനസ്സിലാക്കട്ടെ, പത്രങ്ങളൊക്കെ പേര് വരട്ടെ, അങ്ങനെ എൻ്റെ പേരിന് ഒരു പ്രശസ്തിക്ക് വേണ്ടിയുള്ള ഈ ദൗത്യ നിർവഹണം തെറ്റാണ് എന്ന് ഈശോ ഇവിടെ പഠിപ്പിക്കുകയാണ്. ഇനിയും ഒരാൾ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് ഈ ദൗത്യം ഏറ്റെടുക്കുക.
ഇതല്ല നമ്മൾ ചെയ്യേണ്ടത്. ഈശോയുടെ ആഗ്രഹങ്ങൾ, ആശയങ്ങൾ മനസ്സിലാക്കി അത് പ്രചരിപ്പിക്കുകയാണ് വേണ്ടത്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഒരു സഹോദരൻ ഒരിക്കൽ എൻ്റെ അടുത്ത് വന്നു. ലൂക്ക 4 അതൊന്ന് വിശദീകരിക്കാവോ? ഞാനെല്ലാം വിശദീകരിച്ചു കൊടുത്തു. എല്ലാം കഴിഞ്ഞ് ഞാൻ അറിയുന്നത് സമഗ്ര വിമോചനത്തെക്കുറിച്ചുള്ള ഈശോയുടെ വാക്കുകൾ അദ്ദേഹം എടുത്ത ഒരു നിരീശ്വര പ്രസ്ഥാനത്തിൻ്റെ, ദൈവമില്ല എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രചരണ യോഗത്തിൽ അദ്ദേഹം അത് വെച്ച് പ്രസംഗിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞതാണ്, ഈശോയാണ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ വചനമെടുത്ത് ആവശ്യമില്ലാത്തത് കോട്ട് ചെയ്യാണ്. എന്തിന്? അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ്. വചനം ഉദ്ധരിക്കുന്നുകൊണ്ട് താൻ അതിനെ വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അവിടെ ഞാൻ പറയുന്നത്, സ്വന്തം ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു തെറ്റായ ഉപയോഗമാണ് എന്ന് സംശയമൊന്നുമില്ല. പഠനം കൊണ്ട് ബാഹ്യക്രിയകൾ നേരാമണ്ണം ചെയ്യാൻ മാത്രം പ്രേരിപ്പിക്കുന്നുവെങ്കിൽ ആ പഠനം തെറ്റാണ്. ക്രൈസ്തവികത മനുഷ്യനോടും ദൈവത്തോടുമുള്ള നമ്മുടെ ഹൃദയത്തിൻ്റെ നിലപാടാണ്. എന്ന് പറഞ്ഞാൽ പുറമേ നല്ലവരായിരിക്കാനുള്ള ചില ടെക്നിക്സ്, ചില രീതികൾ, അതല്ല ദൈവോന്മുഖത. മനുഷ്യനോടും ദൈവത്തോടുള്ള നമ്മുടെ ഹൃദയത്തിൻ്റെ നിലപാട്, അതാണ് പ്രധാനപ്പെട്ടത്. അപ്പം അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അല്ലാത്തതൊക്കെ വ്യാജമാണെന്ന് ഈശോ എന്നീ പഠനത്തിലൂടെ പറഞ്ഞു വെക്കുകയാണ്. ഞാനിതെല്ലാം പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പലരും ഓർത്തേക്കും, ഓ ഇത് ഞങ്ങൾക്കത്ര പ്രസക്തിയൊന്നും ഇല്ലല്ലോ, ഇതിപ്പം വചന ശുശ്രൂഷയിലൊക്കെ ഏർപ്പെടുന്നവർ ശ്രദ്ധിച്ചാൽ പോരെ എന്നൊക്കെ. അതുകൊണ്ട് തന്നെ ഞാനൊരു ചെറിയ സംഭവം ഇവിടെ ഉദ്ധരിക്കുകയാണ്. 1980 ഒരു വലിയ സംഭവം നമ്മുടെ സഭയിൽ നടന്നു. എന്താണെന്ന് ഓർക്കുമോ ആവോ? നമ്മുടെ സഭയിലൊരു സിനഡ് നടന്നു. സിനഡിൻ്റെ വിഷയം കുടുംബം എന്നായിരുന്നു. കുടുംബം എന്നായിരുന്നതുകൊണ്ട് തന്നെ സിനഡിൽ അൽമായരെ അന്ന് പങ്കെടുപ്പിച്ചു. ഓരോ രാഷ്ട്രത്തിൽ നിന്നും ഒരു കപ്പിളിനെ വീതമാണ് പങ്കെടുപ്പിച്ചത്. ഈ സിനഡ് നടന്നുകൊണ്ടിരുന്ന അവസരത്തിൽ യുഗോസ്ലാവിയയിൽ നിന്ന് വന്ന ഒരു അച്ചായൻ ഒരു കൊച്ചു പ്രസംഗം നടത്തി. അതാണ് ഞാനിവിടെ ഉദ്ധരിക്കുക. അദ്ദേഹം എഴുന്നേറ്റൊന്ന് പറഞ്ഞു, ഈ ലോകത്തിലെ ഏറ്റവും മഹാനായ വ്യക്തി ആരാണ്? എല്ലാവരും ഇങ്ങനെ ആലോചിച്ച് ആരുടെ കാര്യമായിരിക്കും പറയും. അദ്ദേഹം തന്നെ പറയുകയാണ്, ഈ ഇരിക്കുന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായോ അതോ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളോ? ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും പിടികിട്ടി. ഓ, മാതാപിതാക്കളുടെ പ്രാധാന്യം പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ഉടനെ അദ്ദേഹം ഉദ്ധരിച്ച വചനം ഇതാണ്. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച വചനം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞ വചനം ഇതാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 17-ാമത്തെ വാക്യമാണ്. നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുന്നു. ഇത് കഴിഞ്ഞാൽ അദ്ദേഹം ഇരുന്നു, പ്രസംഗം തീർന്നു. പക്ഷെ അത് ആ സിനഡിനെ ആകമാനം ബാധിച്ചു എന്ന് നമുക്കെല്ലാം അറിയാം. അദ്ദേഹം പറഞ്ഞു വെച്ചോ മറ്റൊന്നുമല്ല, നല്ല വൃക്ഷങ്ങളായ നല്ല മാതാപിതാക്കളിൽ നിന്നാണ് നല്ല ഫലം പുറപ്പെടുന്നത്. മാതാപിതാക്കൾ ഒരുപക്ഷെ തിന്മയുടെ വഴികളാണെങ്കിൽ ഫലവും അങ്ങനെ തന്നെ എന്ന ചിന്തയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അത് ആ സിനഡിനെ ആകമാനം ബാധിച്ചു. സിനഡ് അന്നൊരു പുതിയ നിർവചനവുമായിട്ട് കടന്നു വന്നു. എല്ലാവർക്കും അറിയാതെ സഭ എന്ന് പറഞ്ഞാൽ കുടുംബങ്ങളുടെ കൂട്ടായ്മയാണ്. നല്ല കുടുംബങ്ങളുള്ളിടത്താണ് സഭയ്ക്ക് ശക്തിയുള്ളത് എന്ന് പറഞ്ഞു വെച്ചു. ഞാനിവിടെ നിങ്ങളോട് ഇത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, ഞാൻ
പ്രവാചകനാവുക എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൻ റോള്, അമ്മ റോള്, ചേട്ടൻ റോള്, ചേച്ചി റോളൊക്കെ പ്രവാചക ദൗത്യമാണ്. ഈശോയ്ക്ക് വേണ്ടി സംസാരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ എവിടെയാണെങ്കിലും നമ്മളാണ് ഈശോയെക്കുറിച്ച് പറയുക. ജീവിതശൈലിയിലൂടെ, പ്രവൃത്തിയിലൂടെ, വാക്കുകളിലൂടെ എല്ലാം ഈ ദൗത്യം നമ്മൾ നിർവഹിക്കുകയാണ്. അവിടെ കൊണ്ട് നമ്മളെല്ലാ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ഇതിന് പ്രസക്തി ഉണ്ടെന്നാണ് അച്ഛൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് അരുതുകൾ മാത്രമുള്ള പഠനങ്ങൾ ശരിയല്ല. കാരണം ദൈവസ്നേഹത്തിന് പ്രത്യുത്തരമായി അരുതുകൾ മാത്രം പാലിച്ചാൽ പോരാ. അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെയുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ കൊടുക്കരുതെന്നല്ല കേട്ടോ, അത് മാത്രം പോരാ. അതിൻ്റെ പിന്നിലുള്ള വികാരങ്ങൾ പ്രകടമാകണം, കുടുംബത്തിലും സമൂഹത്തിലും എല്ലാം. തീർത്തും നിസ്സാരമായി എല്ലാത്തിനെയും കാണാൻ പ്രേരിപ്പിക്കുന്ന പഠനങ്ങൾ തെറ്റാണ്. ഉദാഹരണം, ഇന്ന് ഒരു അപകടമായിട്ട് എനിക്ക് തോന്നുന്നു, തെറ്റുണ്ടെങ്കിലും ക്ഷമിക്കണം. ദൈവസ്നേഹം അനന്തമായതിനാൽ നാം എന്ത് ചെയ്താലും ദൈവം ക്ഷമിക്കും. അവിടെ നമുക്ക് ഇഷ്ടം പോലെ പാപം ചെയ്യാം, അവൻ ക്ഷമിച്ചുകൊള്ളും. ഇത് ദൈവസ്നേഹത്തെ കളിയാക്കുകയാണ്, ഒരിക്കലും ശരിയല്ല. ഞാൻ പാപം ചെയ്തു പോയി, എത്ര ഗൗരവമായ പാപമാണെങ്കിലും എൻ്റെ തമ്പുരാൻ എന്നോട് കരുണയോടെ ക്ഷമിക്കുന്നു, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ദൈവം വലിയ സ്നേഹമായതുകൊണ്ട് ഇഷ്ടംപോലെ പാപം ചെയ്തോ ദൈവമൊക്കെ ക്ഷമിച്ചോളും. അത് വലിയ തെറ്റാണ്. അതുകൊണ്ടല്ലേ നമ്മുടെ പരിശുദ്ധനായ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു വെച്ചത്, കുംഭസാരത്തെ ഒരു അലക്കുകാരൻ്റെ അടുത്തേക്ക് മുഷിഞ്ഞ തുണിയുമായി പോകുന്നത് പോലെ നിസ്സാരമായി കാണരുത് എന്ന്. അതുതന്നെയാണ് ഇവിടുത്തെ ആശയം. ദൈവം എല്ലാം സ്നേഹമാണ്. അവിടെ ഞാൻ എന്നാ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ദൈവം എല്ലാം ക്ഷമിച്ചോളും. അങ്ങനെയുള്ള ഒരു മനോഭാവം, എല്ലാത്തിനെയും നിസ്സാരമായി കാണുന്നൊരു മനോഭാവം ഒരിക്കലും ശരിയല്ല. അത് ശരിയായ പഠനവുമല്ല. ക്രൈസ്തവികത അനുദിന ജീവിതത്തിൽ നിന്ന് മാറി നിന്ന് മാത്രമേ ജീവിക്കാനാവൂ എന്ന പഠനവും തെറ്റാണ്. ഈ ലോകത്തിലൊന്നും ഇത് ജീവിക്കാൻ പറ്റുകയില്ല. ചിലർ പറയും ഇവിടെ ഒന്നും നന്നായിട്ട് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. അത് പറ്റണമെങ്കിൽ ഹിമാലയത്തിൽ പോയി തപസ്സിരിക്കണം, അല്ലെങ്കിൽ ഏകാന്ത ഭവനങ്ങളിൽ പോയി ആശ്രമങ്ങൾ പണിയണം. ശരിക്കും ആത്മീയത ജീവിക്കണ വേറെ മാർഗമൊന്നുമില്ല. ഈശോ മരുഭൂമിയിൽ പോയില്ലേ, അതുപോലെ ഈശോ 40 ദിവസമേ ഉള്ളൂ, എന്നാലും ഇങ്ങനെ മരുഭൂമി തന്നെ താമസിക്കണം എന്നാലേ ഇതൊക്കെ സാധിക്കൂ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അത് തെറ്റാണ്. യോഹന്നാൻ്റെ സുവിശേഷം 17:15, യോഹന്നാൻ 17:15 പറയുന്നു, ലോകത്തിൽ നിന്നും എടുക്കാനല്ല കർത്താവ് പ്രാർത്ഥിച്ചത്. ഒരു ലോകത്തിന് എടുക്കണമെന്നല്ല, അവർ ലോകത്തിൽ തന്നെ ആയിരിക്കും, എന്നാൽ അവരെ അവിടെ വിശുദ്ധീകരിക്കണം എന്നാണ്. ഇവിടെ നല്ല പടയാളി യുദ്ധരംഗത്ത് നിന്ന് ഒളിച്ചോടുകയല്ല. ക്രിസ്ത്യാനി ക്രിസ്തുവിൻ്റെ പടയാളിയാണ്. നമ്മൾ ക്രിസ്തുവിൻ്റെ പടയാളിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ജീവിതത്തിൽ ഒളിച്ചോടുകയല്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി തപസ്സിരിക്കണം എന്നല്ല. കുടുംബജീവിതത്തെ വിട്ടേച്ചു പോവുകയല്ല. കുടുംബജീവിതത്തിൽ തന്നെ നമ്മളുടെ നിറവ് കണ്ടെത്തുവാനായിട്ട് കഴിയണം എന്നത് അച്ഛൻ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ എങ്ങോ കണ്ട ഒരു സിനിമ ഓർക്കുകയാണ്. ഒരാൾ ദൈവത്തിലേക്ക് തിരിയാൻ ആഗ്രഹിച്ചുകൊണ്ട് അയാൾ കുടുംബമെല്ലാം വിട്ട് അയാളിങ്ങനെ സ്വാമിമാരുടെ പുറകെ പോവുകയാണ്. അവസാനം അതിൽ തന്നെ അത് തെളിയിക്കുന്നത് തെറ്റാണെന്നും തിരിച്ച് തൻ്റെ കടമകൾ നിറവേറ്റുന്നതാണ് ദൈവികതയെന്നും അതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കൊണ്ടിരുന്ന ചിന്ത മറ്റൊന്നുമല്ല, ഈ ലോകത്തിൽ നിന്ന് ഒളിച്ചോടേണ്ട ആവശ്യം നമുക്കില്ല. നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളിൽ, നമുക്ക് ദൈവം തന്ന സാഹചര്യങ്ങളിൽ കർത്താവിന് വേണ്ടി പ്രവാചകന്മാരായി മാറണം, നല്ല പ്രവാചകന്മാരായി മാറണം
എന്ന് സ്നേഹം ഓർപ്പിക്കുകയാണ്. മനുഷ്യനെ തമ്മിൽ കൂടുതൽ സ്നേഹിക്കാനും അടുപ്പിക്കാനും സഹായിക്കാത്ത പഠനങ്ങൾ തെറ്റാണ്. ഈശോ അതിനുവേണ്ടിയാണല്ലോ വന്നത്. എല്ലാവരെയും ഒരു കുടുംബമാക്കാൻ ഈശോ വന്നത്. യോഹന്നാൻ 10:16 അത് അവതരിപ്പിക്കുന്നു. അപ്പോൾ അതിനെതിരായി പ്രവർത്തിക്കുന്ന എല്ലാ പഠനങ്ങളും തെറ്റുകൾ തന്നെയാണ്. അച്ഛൻ പറയുമ്പോൾ ആരും വിഷമിക്കരുത്. ചില കുടുംബങ്ങളെങ്കിലും ചില ആത്മീയതയുടെ അതിപ്രസരം കൊണ്ട്, ചില ഇസങ്ങൾ, ചില പ്രസ്ഥാനങ്ങൾ കടന്നാക്രമിച്ചതുകൊണ്ട് ചില കുടുംബങ്ങളിൽ തകർച്ച വന്നു. ഭർത്താവും ഭാര്യയും തമ്മിൽ പിരിഞ്ഞു നിൽക്കുന്നു. ഭർത്താവിന് ഒരു പ്രത്യേക ഇസത്തോടൊരു താല്പര്യം, ഭാര്യ കത്തോലിക്കാ സഭയിൽ ഉറച്ചു നിൽക്കുന്നു. നേരെ മറിച്ചുകൊണ്ട് ഭർത്താവ് താല്പര്യമില്ല, ഭർത്താവ് കത്തോലിക്കാ സഭയിൽ നിറച്ചു നിൽക്കുന്നു, പക്ഷെ ഭാര്യയ്ക്ക് അതാണ് ശരിയെന്ന തോന്നലുകൾ. ഒന്നും പേരെടുത്ത് പറയുന്നില്ല, പക്ഷെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്താണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരു കേസുണ്ട്. വർഷങ്ങളായി ഭർത്താവ് നേരായ വിശ്വാസം അകന്നുപോയി. പക്ഷെ ഭാര്യ തൻ്റെ കുഞ്ഞുങ്ങളും നേരായ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് ക്രൈസിസ് ഉണ്ട്, പ്രയാസങ്ങളുണ്ട്, അതെല്ലാം അഭിമുഖീകരിച്ച് നിൽക്കുകയാണ്. ഞാൻ പറയും, തീർച്ചയായും അത് വലിയ ധീരതയാണ്, വിശ്വാസത്തിന് വേണ്ടിയുള്ള രക്തസാക്ഷിത്വമാണ്. മനുഷ്യനെ തമ്മിൽ അകറ്റുന്നതല്ല ആത്മീയത എന്നാണ് നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ അകറ്റേണ്ട, തെറ്റായ പഠനം സ്വീകരിച്ച പങ്കാളിയുടെ കൂടെ അങ്ങ് പോയാൽ പോരെ, അങ്ങനെ ചിലർ ചിന്തിക്കുന്നുണ്ട്. അകറ്റണ്ടല്ലോ, പക്ഷേ ശരിയായ പഠനം എവിടെയാണോ അങ്ങോട്ടേക്കാണ് മാനസാന്തരം ഉണ്ടാവേണ്ടത്. തെറ്റിലേക്ക് രണ്ടുപേരും കൂപ്പുകുത്തിയതുകൊണ്ട് കാര്യമൊന്നുമില്ലെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ശരിയായ പഠനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഈശോയിലൊരു കുടുംബമായി മാറുവാൻ, യഥാർത്ഥ പഠനം ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിൻ്റെ പ്രവാചകരായി മാറുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആ വാതിൽ ഇടുങ്ങിയതായിരിക്കാം, നല്ല ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിച്ച് നേരായ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് വളരെ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിച്ച് പരിപാലിക്കുന്ന നല്ല ദൈവമേ, അങ്ങയുടെ തിരുമുമ്പാകെ ആയിരിക്കുവാൻ അങ്ങ് ഈ അവസരം ഒരുക്കിയത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, പലപ്പോഴും തെറ്റായ പഠനങ്ങളിലും തെറ്റായ സാക്ഷ്യങ്ങളിലുമൊക്കെ വീണ് ശരിയായ വിശ്വാസം അകന്നു പോകുവാനിടയായിട്ടുള്ള നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ മനസ്തപിക്കുന്നു. കൂടുതൽ തീക്ഷ്ണതയോടെ അങ്ങിലേക്ക് തിരിയുവാൻ, യഥാർത്ഥ ഈശോയുടെ അനുഗാമികളായി മാറുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. അനുദിന വിശുദ്ധർ. ഫെബ്രുവരി 7. വിശുദ്ധ റിച്ചാർഡ് രാജാവ്. ഇംഗ്ലണ്ടിലെ വെസ്റ്റ് സാക്സൺസ് എന്നറിയപ്പെടുന്നവരുടെ രാജാവായിരുന്ന ഇദ്ദേഹത്തിന്റെ മക്കളായ വിനിബാൾഡ്, വില്ലിബാൾഡ്, വാർബുഗ എന്നിവർ വിശുദ്ധ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ടവരാണ്. ക്രിസ്തീയ പൂർണ്ണത ലക്ഷ്യമാക്കി രാജ്യപദവി ഉപേക്ഷിച്ച ഇദ്ദേഹം പ്രാർത്ഥനയിലും പ്രായശ്ചിത്തത്തിലും വ്യാപൃതനായി. AD 722 റോമിലേക്കുള്ള തീർത്ഥാടന മധ്യേ ലൂക്കായിൽ വെച്ച് ഇദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. ക്രിസ്തീയ ജീവിതത്തിന്റെ പൂർണ്ണതയ്ക്ക് രാജ്യപദവി തടസ്സമാണെന്നറിഞ്ഞ് ഉപേക്ഷിക്കാൻ തയ്യാറായ വിശുദ്ധ റിച്ചാർഡ് രാജാവേ, മാതൃകാപരമായ ജീവിതത്തിലൂടെ തന്റെ മക്കളെ 3 പേരെയും വിശുദ്ധരാക്കി മാറ്റാൻ കഴിഞ്ഞ അങ്ങയുടെ മാതൃക സ്വീകരിച്ച് മാതൃകാപരമായ ജീവിതം നയിക്കുവാൻ വേണ്ട അനുഗ്രഹത്തിനായി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.